നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യഹർജിയുമായി കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഹൈക്കോടതിയോട് അപേക്ഷിച്ചത്. എന്നാൽ അടിയന്തര പ്രാധാന്യമൊന്നും ഈ വിഷയത്തിനില്ല എന്ന് ജസ്റ്റിസ്. എന്തിനാണ് ഇത്ര ധൃതി? ഇവിടെ മറ്റനേകം കേസുകൾ നമ്മൾ പരിഗണിക്കുകയാണ്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ള തന്റെ സർവ്വതന്ത്രങ്ങളും ഹൈക്കോടതിയിൽ പയറ്റി. മജിസ്ട്രേറ്റ് കോടതിയിൽ തെളിവുകൾ സമർപ്പിച്ചുവെങ്കിലും കോടതി അത് പരിശോധിച്ചില്ല. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഷയിൽ എന്തെങ്കിലും അധിക്ഷേപമുണ്ടെങ്കിൽ അതിന് മാപ്പ് പറയാൻ തയ്യാറാണ്. ആദ്യമായാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഇത്തരമൊരു അപേക്ഷ കോടതിക്ക് മുന്നിൽ നടത്തുന്നത്. നേരത്തെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ബി രാമൻപിള്ള വാദിച്ചത് ഒരു തെറ്റും ബോബി ചെമ്മണ്ണൂർ ചെയ്തിട്ടില്ല എന്നാണ്. അടിമുടി പാളി എന്ന് മനസ്സിലായപ്പോൾ തന്ത്രങ്ങൾ മാറ്റിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ന് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതിയുടെ മനസ്സിൽ അലിവ് തോന്നിപ്പിച്ച് ഏതെങ്കിലും വിധത്തിൽ ഒരു ജാമ്യം സംഘടിപ്പിക്കുകയായിരുന്നു രാമൻപിള്ളയുടെ ലക്ഷ്യം. എന്നാൽ അടിമുടി തുടക്കത്തിൽ തന്നെ പാളി. ജാമ്യഹർജി പരിഗണിക്കുന്നത് പോലും ചൊവ്വാഴ്ചത്തേക്ക് ഹൈക്കോടതി മാറ്റിവെച്ചു. സർക്കാരിൻ്റെയും ഇരയുടെയും ഒക്കെ വിശദമായ വാദം കേൾക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. വിചിത്രമായ വാദമുഖങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ രാമൻപിള്ള വക്കീൽ ഉയർത്തിയത്. പരാതിക്കാരി സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം തന്നെ വേട്ടയാടുകയാണ് എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു. അത്യന്തം അപകടകരമായ നിലയിലേക്ക് ഈ ഹർജി മാറിയിരിക്കുന്നു. നടി ഹണി റോസിന്റെ പരാതിയിൽ ബുധനാഴ്ച അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ജാമ്യം ലഭിക്കുമെന്ന് ഏറെ പ്രതീക്ഷിച്ചിരുന്ന ബോബി ചെമ്മണ്ണൂരിന് ഇന്നലെ അടിപതറി. എന്തിനേറെ കോടതി മുറിക്കുള്ളിലെ പ്രതിക്കൂട്ടിൽ ബോബി ചെമ്മണ്ണൂർ തലകറങ്ങി വീഴുന്ന കാഴ്ചകളായിരുന്നു കേരളത്തിന് മുന്നിൽ. പിന്നീട് ആശുപത്രിയിലെത്തിച്ച് പരിശോധിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതും ഇതേ വിഷയങ്ങൾ തന്നെ. ബോബി ചെമ്മണ്ണൂരിന് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല എന്ന് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ള എത്തിയതോടെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ക്യാമ്പിൽ. അപ്രതീക്ഷിത വിധിയിൽ പകച്ച ബോബി ചെമ്മണ്ണൂർ ഫാൻസും ഗുണ്ടകളുമൊക്കെ ഇന്നലെ പോലീസ് വാഹനം തടഞ്ഞ് അതിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരെ ഇറക്കിക്കൊണ്ടുപോകാൻ വരെ ശ്രമങ്ങൾ നടത്തി. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയം ഹൈക്കോടതി നോക്കിക്കണ്ടത്. ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു വിവാദ കഥാപാത്രത്തിന് യാതൊരുവിധ പ്രാധാന്യവും ഇന്ന് ഹൈക്കോടതി കൊടുത്തില്ല. കോടതിക്ക് മുൻപാകെ നീതി തേടി ഒട്ടനവധി ഹർജികൾ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ ഹർജിയായി മാത്രമേ ഇത് പരിഗണിക്കൂ എന്ന് കോടതി വ്യക്തമാക്കി. 5 റിമാൻഡ് പ്രതികൾക്കൊപ്പം എ ബ്ലോക്കിലെ സെല്ലിലാണ് ഇപ്പോൾ ബോബി കഴിയുന്നത്. കാക്കനാട് സബ് ജയിലിൽ തന്നെ ഇനിയും ബോബിക്ക് തുടരാം. ചൊവ്വാഴ്ച ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കും. സർക്കാരിൻ്റെ ഭാഗം കേൾക്കാനായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കും. ഹണി റോസിൻ്റെ ഭാഗം കൂടി ഹൈക്കോടതിക്ക് കേൾക്കേണ്ടി വരും. ചുരുക്കത്തിൽ ഈ കേസ് അനന്തമായി നീണ്ടുപോകുമെന്ന് വ്യക്തമാണ്. 14 ദിവസവും ബോബി ചെമ്മണ്ണൂർ അഴിക്കുള്ളിൽ തന്നെ കിടക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ തർപ്പിച്ചു പറയുന്നത്. ഹൈക്കോടതിക്ക് മുന്നിൽ നാടകീയമായ നീക്കങ്ങളോടെ ബി രാമൻപിള്ള ജാമ്യഹർജിയുമായി എത്തി എങ്കിലും കോടതി എല്ലാം എടുത്തെറിയുന്ന കാഴ്ച. പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് ഹണി വർഗീസിന്റെ മുന്നിൽ ജാമ്യഹർജി നൽകാം എന്ന ഓപ്ഷൻ നിലനിൽക്കെയാണ് രാമൻപിള്ള ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹണി വർഗീസിന്റെ ബെഞ്ചിൽ ഇത്തരമൊരു ജാമ്യഹർജിയുമായി ചെന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിരവധി അവധി ദിവസങ്ങളുണ്ട്. ഈ ഹർജിയിൽ പെട്ടെന്നൊരു വിധിക്ക് സാധ്യതയുമില്ല എന്ന് കണക്കുകൂട്ടിയ ബി രാമൻപിള്ള സമർത്ഥമായി കരുക്കൾ നീക്കി. പിന്നീട് ഹൈക്കോടതിയിലേക്ക് പാഞ്ഞു. എന്നാൽ ഹൈക്കോടതിയിൽ അടിപതറി നിൽക്കുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ. ഹണി റോസിനോട് മാപ്പ് പറയാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറായി നിൽക്കുന്ന അപൂർവ കാഴ്ചയാണ് ഹൈക്കോടതിയിൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഹണി റോസ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. താൻ തെറ്റ് ചെയ്തിട്ടില്ല, പരോപകാരിയും ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്ന വ്യവസായിയുമാണ് ബോബി ചെമ്മണ്ണൂരെന്ന് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞു. ബോബി ചെമ്മണ്ണൂരിനെ ഇന്നും രാവിലെ ജയിൽ ഡോക്ടർ പരിശോധിച്ചിരുന്നു. ഇന്നലെ രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് കോടതി മുറിക്കുള്ളിൽ ബോബി തളർന്നു വീണതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഡോക്ടറുടെ പരിശോധന. വൈകിട്ട് ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് വ്യക്തമായിരുന്നു. തന്റെ കാലിന് പരിക്കുണ്ട് എന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. ഈ വിവരങ്ങളും ഡോക്ടർ പരിശോധനയിൽ ഉൾപ്പെടുത്തി. ഡോക്ടറുടെ വിശദമായ പരിശോധന റിപ്പോർട്ട് ഉൾപ്പെടെയാണ് ഇന്ന് ഹൈക്കോടതിയിൽ മറുവാദം ഉയർന്നത്. ബോബി ചെമ്മണ്ണൂർ ഇനി ദിവസങ്ങളോളം ജയിലറയ്ക്കുള്ളിൽ തന്നെ കഴിയേണ്ടി വരും എന്നുറപ്പിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് ഹൈക്കോടതിയിൽ കേരളം കാണുന്നത്.
സാക്ഷാൽ രാമൻപിള്ള വക്കീൽ ഇടപെട്ടിട്ട് പോലും ബോബിക്ക് രക്ഷയില്ല. മാധ്യമങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യമാണ് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട ഈ കേസിന് കൈവന്നിരിക്കുന്നത്. ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസിൽ പരാതി നൽകുക മാത്രമല്ല, അവർ സമർത്ഥമായി കരുക്കൾ നീക്കി. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെയും DGPയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ അവർ നേരിൽ കണ്ടു തന്റെ ദുരവസ്ഥ വ്യക്തമാക്കി. ബോബി ചെമ്മണ്ണൂർ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന തുടർച്ചയായ ലൈംഗിക അധിക്ഷേപങ്ങളുടെ മുഴുവൻ വിവരങ്ങളും ഇതിനകം സൈബർ സെൽ സ്വരുക്കൂട്ടി. വിശദമായ തെളിവുകളും റിപ്പോർട്ടുകളും വീഡിയോ ക്ലിപ്പിങ്ങുകളുമായാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ നിൽക്കുന്നത്. ഇക്കാര്യം കോടതിക്കും ബോധ്യമുണ്ട്. പൊതുസമൂഹത്തിന് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന തെളിവുകളാണ് ബോബി ചെമ്മണ്ണൂരിന് ഏറെ കുരുക്കുണ്ടാക്കുന്നത്. എന്നാൽ ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ ചില ചിന്താഗതികൾ ഉയർന്നു വരുന്നതും നമുക്ക് കാണാൻ കഴിയും. ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ ശക്തമായ നിയമ നടപടികളുമായി ഭരണകൂടം മുന്നോട്ടു പോകുമ്പോൾ മറ്റു ചില ചോദ്യങ്ങൾ പ്രസക്തമാകുന്നു. എന്തുകൊണ്ട് ഇതേ നീതി മഞ്ജുഷയ്ക്കും നൽകിയില്ല? ഹണി റോസിനും മഞ്ജുഷയ്ക്കും നൽകിയത് ഇരട്ട നീതിയല്ലേ എന്ന ചോദ്യം സമൂഹത്തിൽ നിന്നുയരുന്നു. മുൻപ് മുകേഷിനും സിദ്ദിഖിനുമെതിരെ ശക്തമായ ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഭരണകൂടവും പോലീസുമൊക്കെ അവരെ സംരക്ഷിച്ചത്? ചലച്ചിത്ര കോർപ്പറേഷൻ ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളും നിസ്സാരമായിരുന്നില്ലല്ലോ എന്ന് ജനം ചോദിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കാനേ ഭരണകൂടത്തിന് കഴിയുന്നുള്ളൂ. എന്നാൽ അതിലപ്പുറം ഹൈക്കോടതി കൂടി ബോബി ചെമ്മണ്ണൂരിനെ കൈവിട്ടതോടെ അക്ഷരാർത്ഥത്തിൽ തളർന്നിരിക്കുകയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കാക്കനാട്ടെ ജയിലറയ്ക്കുള്ളിൽ. സമാനതകളില്ലാത്ത വീഴ്ചയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് സംഭവിച്ചിരിക്കുന്നത്. ഹൈക്കോടതി അക്ഷരാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ എടുത്തു കുടയുന്ന കാഴ്ചയാണ് ഇന്ന് കേരളം കണ്ടത്. സർക്കാരിന് മറുപടി പറയാൻ സമയം നൽകണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഈ കേസ് മാറ്റിവെച്ചത്. ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ ഇന്നലെ എത്തിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് വിധിക്ക് ശേഷം മാധ്യമങ്ങളോട് ബോബി ചെമ്മണ്ണൂർ പക്ഷേ പ്രതികരിച്ചില്ല. ബോബി ചെമ്മണ്ണൂർ എന്ന വഷളനെ പൂർണ്ണമായി ഇപ്പോൾ നിയമവ്യവസ്ഥ അകത്താക്കിയിരിക്കുന്നു. അതുതന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.